2 ഏട്ടറിവ് സത്രം. 1991 കാലം. ഇൻഡോർ സോഷ്യൽ വർക്ക് സ്കൂളിലെ HOD ആയിരുന്ന ഡോക്ടർ PT തോമസ്, അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ഡോക്ടർ സുശീൽ സാമുവൽ. PT തോമസ് സാർ റിസർച്ച് ചെയ്തത് ഇടുക്കി ജില്ലയിലെ ആദിവാസികളെ കുറിച്ചായിരുന്നു. ചെയ്ത വർഷം 1950 മുതൽ 55 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ. അദ്ദേഹം അന്ന് ചിന്നക്കനാലിൽ താമസിച്ച് 5 വർഷം കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ PhD തീസിസ് പൂർത്തിയാക്കിയത്. അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ഡോക്ടർ സുശീൽ സാമുവൽ വേൾഡ് വിഷൻ ഇൻ്റർനാഷണൽ പ്രൊജക്ട് ഓഫീസറായിരുന്നു. ഈ രണ്ടുപേരുടെയും ഒപ്പമാണ് വേൾഡ് വിഷൻ ഇൻ്റർനാഷണൽ സ്റ്റാഫായി ജോയിൻ ചെയ്ത ഞാൻ മൂന്നാറിലേക്കൊരു യാത്ര നടത്തുന്നത്. മൂന്നാറിലെത്തി അവിടെ നിന്ന് PT തോമസ് സാറിൻ്റെ ആഗ്രഹം അദ്ദേഹം അന്ന് സഞ്ചരിച്ച ആദിവാസി കോളനികളിൽ എത്തുക എന്നതായിരുന്നു. ഞങ്ങൾ 3 പേരും കൂടി ജീപ്പിലും നടന്നും മല കയറിയുമൊക്കെ ആദിവാസികൾ താമസിക്കുന്ന പല കോളനികൾ സന്ദർശിച്ചു. ആ കോളനികളിൽ എല്ലാം താമസിച്ചിരുന്നത് മുതുവാൻ എന്ന ആദിവാസി വിഭാഗമായിരുന്നു. അവിടെ ശരിക്കും വേൾഡ് വിഷൻ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയുടെ ഒരു ട്രൈബൽ ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റിന് തുടക്കം കുറിക്കുകയായിരുന്നു. ഞാൻ പിന്നീട് അവിടെ താമസിച്ചു. 4 കോളനികളാണ് അവിടെ ഉണ്ടായിരുന്നത്. 4 കോളനികളിലും 50, 60, 100 പേർ വീതമുള്ള വീടുകളാണ് ഒരുമിച്ചുള്ള കോളനികളിൽ ഉണ്ടായിരുന്നത്. എനിക്കവിടെ താമസിക്കാനായി അടുത്തെങ്ങും സ്ഥലമില്ലായിരുന്നു. ഇന്നത്തെ കാലഘട്ടമല്ല, കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി വളരെ കുറവ്. ആ പ്രദേശത്തെങ്ങും ടെലിഫോൺ ഉണ്ടായിരുന്നില്ല. ആഴ്ചയിൽ ഒരിക്കൽ മൂന്നാറിൽ ചെന്നാണ് പത്രം വാങ്ങിക്കൊണ്ടിരുന്നത്. ഞാൻ എൻ്റെ താമസം അവിടെ നിന്നും വളരെ അകലെ ശാന്തൻപാറ എന്ന സ്ഥലത്ത് നീല ലോഡ്ജിലായിരുന്നു ആദ്യകാലത്ത് താമസിച്ചിരുന്നത്. നീല ലോഡ്ജിൽ നിന്നും ബോഡിമെട്ട് എന്ന സ്ഥലത്തെത്തി അവിടെ നിന്നും BL റാം, ദൃഢീനഗർ എന്നീ സ്ഥലങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്ത് മുതുവാന്മാർ താമസിക്കുന്ന കോളനികളിലെത്തും. കുറേ ദിവസങ്ങൾ ഞാൻ യാത്ര ചെയ്തു. കുറേ പേരോട് സംസാരിക്കാൻ ഞാൻ ശ്രമിച്ചു. പക്ഷെ ആരും എന്നോട് സംസാരിക്കാൻ തയ്യാറായില്ല. എന്നെ കാണുമ്പോൾ കുട്ടികൾ ഓടും. സ്ത്രീകൾ, തലയിൽ വിറകു ചുമ്മി വരുന്ന സ്ത്രീകൾ എൻ്റെ നിഴൽ കണ്ടാൽ ഉടനെ ഓടി രക്ഷപ്പെടും. ഞാൻ ആകെ കൂടി വിഷമിച്ചു. ആരോട് സംസാരിക്കാനില്ലാത്ത ഒരവസ്ഥ. ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് തുണയായി ഒരു സ്റ്റാർട്ടപ്പായി എനിക്ക് കിട്ടിയത് കാല് മുറിച്ച് ഓടി രക്ഷപ്പെടാൻ കഴിയാത്ത പാൽരാജിനെയായിരുന്നു. പാൽരാജിനെ എനിക്ക് സുഹൃത്തായി കിട്ടി. അതൊരു കണക്ഷനായിരുന്നു. പിന്നെ മുതുവാന്മാരിൽ പലരുമായി ഞാൻ സൗഹൃദത്തിലായി. അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ഞാൻ ചോദിച്ചറിഞ്ഞു. എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, ഈ 4 കോളനികളിലായുള്ള 200 കുട്ടികൾ, 200-നടുത്ത് കുട്ടികൾ, അവരാരും സ്കൂളിൽ പോകുന്നില്ല, പഠിക്കുന്നതേ ഇല്ല. നഴ്സറി സ്കൂള് തുടങ്ങി ഒരു സ്കൂളുകളും അവിടെ ഇല്ല. എന്നെ സംബന്ധിച്ച് അത്ഭുതത്തോടെ ഈ കാഴ്ച എന്നിൽ വേദനയും അതോടൊപ്പം എന്നിൽ ചില പുതിയ ചിന്തകളും ഉളവാകാൻ ഇടയാക്കി. ഞാനൊരു സ്കൂളിനെക്കുറിച്ച് ചിന്തിച്ചു. ആ സ്ഥലങ്ങളിലെ 4 കോളനികളിലും ഓരോ നഴ്സറി സ്കൂളുകൾ തുടങ്ങുക. പൊതുവായി ഒരു സ്ഥലത്ത് 7ാം ക്ലാസ് വരെയുള്ള ഒരു സ്കൂളും. ഇതിനുള്ള ക്രമീകരണങ്ങളും ആലോചനകളും വളരെ വേഗം നടന്നു. ആളുകൾ അതിനായി ഷെഡുകൾ പണിതു തന്നു. സ്കൂൾ ആരംഭിക്കാൻ തീരുമാനമായി. ഉദ്ഘാടന ദിവസം പ്രഖ്യാപിച്ചു. അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഉദ്ഘാടനത്തിനായി ക്ഷണിച്ചു. ഉദ്ഘാടനത്തിന് അന്ന് കുട്ടികളെല്ലാം വന്നു. എല്ലാവർക്കും പായസം കൊടുത്തു. പായസം കുടിച്ചു. കുട്ടികൾ മടങ്ങിപ്പോയി. ഈ സ്കൂൾ നടത്തുന്നതിന് വേണ്ടി B.Ed.ഉം TTC ഒക്കെ കഴിഞ്ഞവരെ പ്രത്യേകം പരിശീലനം കൊടുത്ത് സെലക്ട് ചെയ്ത് അധ്യാപകരായി നിയമിച്ചിരുന്നു. പക്ഷെ അവരുടെ പരിശീലനങ്ങളോ അവരുടെ രീതികളോ ഈ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടില്ല. സ്കൂള് അടുത്ത ദിവസം കുട്ടികൾ ബിസ്ക്കറ്റ് കഴിക്കാൻ വേണ്ടിയാണ് വന്നത്. ബിസ്ക്കറ്റ് കഴിച്ചു കുട്ടികൾ മടങ്ങിപ്പോയി. കുറേ ദിവസങ്ങൾ മുന്നോട്ട് പോയി. സ്കൂളിൽ കുട്ടികൾ വരുന്നില്ല.
അങ്ങനെ 4 നഴ്സറി സ്കൂളും ഒരു വലിയ സ്കൂളും ഞങ്ങൾ അടച്ചുപൂട്ടി. എന്താണ് വഴി എന്ന് ആലോചിച്ചു. സ്റ്റാഫ് ടീം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് അതിനുള്ള മറുമരുന്നുകൾ ആലോചിച്ചു. നമ്മുടെ സ്കൂൾ സംവിധാനം ഈ ആദിവാസി കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് പുത്തൻ ഒന്നിനെക്കുറിച്ച് ചിന്തിക്കണം. അതിനുള്ള അന്വേഷണത്തിലായി. ഞാൻ വയനാട്ടിൽ KJ ബേബി സാർ നടത്തുന്ന സ്കൂളിലെത്തി, കനവിലെത്തി. പാലക്കാട് അകളിയിൽ ഗോപാലകൃഷ്ണൻ മാഷും വിജയലക്ഷ്മി ടീച്ചറും നടത്തുന്ന സാരംഗിലെത്തി. പലരുമായി കൺസൾട്ട് ചെയ്തു. അവസാനം ഞങ്ങൾ 1 മാസത്തെ ഒരു വർക്ക്ഷോപ്പ് ഓഫീസിൽ ക്രമീകരിച്ചു. എന്താണ് ഇവിടുത്തെ കുട്ടികൾക്ക് ആവശ്യമുള്ളത്? മുതുവാൻ കുട്ടികൾക്ക് എന്താണ് ആവശ്യം? അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിലബസ് എങ്ങനെയായിരിക്കണം? അതിനുള്ള ആലോചന നടത്തി. ഈ ആലോചനയിൽ അന്ന് ഞങ്ങളെ സഹായിച്ച ധാരാളം പേരുണ്ട്. കട്ട്സ് ഇന്റർനാഷണലിന്റെ ഡയറക്ടറായിരിക്കുന്ന ശ്രീ ജോർജ് റിയാൻ ജയ്പൂരിൽ നിന്നും അദ്ദേഹം ഞങ്ങളുടെ സെന്ററിൽ വന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞങ്ങൾക്ക് ഊർജം പകർന്നു. കോട്ടയത്ത് മാലം ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപകനായിരുന്ന ഒരു PJ കുര്യൻ സാർ, അദ്ദേഹമാണ് ആദിവാസികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ സർക്കാർ സിലബസിനെ മാറ്റുന്നതിനെ കുറിച്ചുള്ള ചിന്ത ഞങ്ങളിലേക്ക് പകർന്നത്. ഞങ്ങൾക്കൊപ്പം പിന്തുണയുമായി വേൾഡ് വിഷന്റെ പ്രൊജക്ട് ഓഫീസറായിരുന്ന റെനി K ജേക്കബ് സാറും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. 1 മാസം കൊണ്ട് ഞങ്ങൾ ഒരു പുതിയ കരിക്കുലം രൂപം കൊടുത്തു. പുതിയൊരു സിലബസ്. അന്ന് നിലവിലുണ്ടായിരുന്ന സർക്കാർ സിലബസിനെ ഞങ്ങൾ ആക്ടിവിറ്റി മെത്തേഡാക്കി മാറ്റി. കളികളിലൂടെ കുട്ടികൾ പഠിക്കുക. ഒപ്പം ആ സിലബസിനൊപ്പം ഞങ്ങൾ കൃഷി ഉൾപ്പെടുത്തി, ആദിവാസി വൈദ്യം ഉൾപ്പെടുത്തി, ഫോക്ലോർ ഉൾപ്പെടുത്തി, മുതുവ ഭാഷ ഉൾപ്പെടുത്തി, കുട്ടികൾക്കുള്ള ലൈഫ് സ്കില്ലുകൾ ഉൾപ്പെടുത്തി. അങ്ങനെ വിപുലമായ ഒരു കരിക്കുലം ഞങ്ങൾ രൂപപ്പെടുത്തി വീണ്ടും സ്കൂളുകൾ ആരംഭിച്ചു. ദിവസങ്ങൾ കൊണ്ട് കുട്ടികൾ ഈ സിലബസ് ഇഷ്ടപ്പെട്ടു. കുട്ടികൾ സ്കൂളിൽ റെഗുലറായി വരാൻ തുടങ്ങി. ഞങ്ങളെ സംബന്ധിച്ച് അതൊരു വലിയ പരീക്ഷണമായിരുന്നു. ഒരു കമ്മ്യൂണിറ്റിയുടെ പിന്തുണയോടെയുള്ള ഒരു ഓൾട്ടർനേറ്റീവ് സ്കൂൾ. സത്യത്തിൽ കമ്മ്യൂണിറ്റിയുടെ പിന്തുണ വളരെ വലുതായിരുന്നു. കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ നിരന്തരം ഈ സ്കൂൾ സന്ദർശിക്കുകയും ഞങ്ങളെ സഹായിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അതുമാത്രമല്ല, അന്ന് ഒരർത്ഥത്തിൽ പാർട്ട് ടൈം അധ്യാപകരായി ഞങ്ങൾ മുതുവാന്മാരിൽ മുതിർന്ന ചില ആളുകളെ ഉപയോഗിച്ചു. ആദിവാസി വൈദ്യം പഠിപ്പിക്കുന്നത് മുതുവാനായിരുന്നു, മുതിർന്ന ഒരു മുതുവാൻ. കൃഷികളെക്കുറിച്ച് പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് എത്തിയിരുന്നത് ഒരു മുതുവാനായിരുന്നു. സത്യത്തിൽ പരിശീലനം കിട്ടിയ B.Ed.ഉം TTC-ക്കാർക്കും ഒപ്പം ആ നാട്ടിലെ ആദിവാസികളായിട്ടുള്ള മുതിർന്നവർ അധ്യാപകരായി വന്ന ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് സ്കൂൾ. കുട്ടികൾക്കും മുതിർന്നവർക്കും വിദ്യാഭ്യാസത്തിനോട് താല്പര്യമുണ്ടായി. മുതിർന്നവരായിട്ട് പഠിക്കാൻ കഴിയാതെ പോയവർക്ക് ഞങ്ങൾ ഓവറേജിലായിട്ടുള്ള ഒരു 10ാം ക്ലാസ് ആരംഭിച്ചു. ധാരാളം പേർ ആ ക്ലാസ്സിൽ വന്നു. രാത്രി ക്ലാസ്സാണ്. അതിൽ പലരും പഠിച്ചു പാസ്സായി. പലർക്കും ചെറിയ ചെറിയ ജോലികളൊക്കെ ലഭിച്ചു. ഈ സ്കൂൾ തീർച്ചയായിട്ടും അടയാളപ്പെടുത്തുന്നത് ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ഓൾട്ടർനേറ്റീവ് സ്കൂൾ എന്ന നിലയിലായിരുന്നു. എനിക്ക് തോന്നുന്നു 1996 ഈ സ്കൂളിൽ നിന്നും, ഈ പ്രൊജക്റ്റിൽ നിന്നും എനിക്കൊരു ട്രാൻസ്ഫർ ആലപ്പുഴയിലേക്ക് വന്നു. ആലപ്പുഴയിലേക്ക് പോകുന്നതിന് എനിക്കത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. അത്രമാത്രം നല്ലൊരു ടീം ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നു. അച്ചുമോൻ എന്ന് വിളിക്കുന്ന അവിരാജ് ചാക്കോ, ലില്ലി മാത്യു, രാജമ്മ TT, വത്സമ്മ, ആലീസ്, സിന്ധു, അതേപോലെ തന്നെ ആ നാട്ടിൽ നിന്നും അധ്യാപകരായി ഉണ്ടായിരുന്ന പുഷ്പമ്മ. ഈ ഒരു ടീം തീർച്ചയായിട്ടും വലിയ അത്ഭുതങ്ങൾ ഈ പ്രദേശത്ത് സൃഷ്ടിക്കുന്നതിനിടയാക്കി. ഞാൻ ആലപ്പുഴയ്ക്ക് പോകുന്ന ദിവസം അന്ന് സ്കൂളിലുണ്ടായിരുന്ന രാജമ്മ ടീച്ചർ കവറിൽ ഒട്ടിച്ച ഒരു കത്ത് എനിക്ക് രാവിലെ കൊണ്ട് തന്നു. ആ കവർ ഞാൻ പൊട്ടിച്ചു. ആ കവറിൽ 2 വരികളിലായി ഒരു കത്തായിരുന്നു അത്. 2 വരികളിൽ ഇതായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്: സാറില്ലാത്ത ഒരു സ്കൂളിൽ, ഒരു നാട്ടിൽ ഞാൻ ഇനി ജീവിക്കുന്നില്ല. ഞാൻ വേറൊരു കുടിയിലേക്ക് പോവുകയാണ്. രാജകുമാരൻ സോമൻ. ഞങ്ങളുടെ സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു രാജകുമാരൻ. രാജകുമാരൻ്റെ കത്ത്
ഞാൻ കുടിയിലും കോളനിയിലുമുള്ള മുതിർന്നവരെയൊക്കെ കാണിച്ചു. അവർ പറഞ്ഞു 2 ദിവസമായി രാജകുമാരൻ ഞങ്ങളുടെ കുടിയിലില്ല, ഞങ്ങളുടെ കോളനിയിലില്ല, വേറെ ഏതെങ്കിലും കുടിയിൽ കാണും. ഞാൻ മനസ്സ് നൊന്താണ് ആലപ്പുഴയിലേക്ക് പോകുന്നത്. പിന്നീട് ദീർഘവർഷങ്ങൾക്ക് ശേഷം 2022 301 കോളനിയിൽ വെച്ച് എനിക്ക് വളരെ പരിചിതനായ അവിടുത്തെ കാണി, മനോഹരൻ കാണി, എൻ്റെ അടുത്ത് ഒരാളെ കൊണ്ടുവന്നു. അയാൾ എന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ പേര് രാജകുമാരൻ സോമൻ. എൻ്റെ കണ്ണും എൻ്റെ ഉള്ളും നിറഞ്ഞു. ഈ സ്കൂൾ തീർച്ചയായും കുറേ കുഞ്ഞുങ്ങളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നതിൻ്റെ ഓർമ്മകളാണ് തരുന്നത്. സത്യത്തിൽ ഈ ആദിവാസികൾക്ക് അവരുടേതായ പല അറിവുകളുമുണ്ട്. അവരുടെ അപ്പുറത്ത് ഏടുകളിൽ നിന്നുള്ള ചില അറിവുകൾ, പുസ്തകങ്ങളിൽ നിന്നുള്ള അറിവുകൾ, അത്തരം ചില അറിവുകൾ കൊടുക്കുന്ന ഒരു ഏട്ടറിവ് സത്രമാണ് ഈ സ്കൂൾ. ഈ സ്കൂളിന് പാലാഴി എന്നായിരുന്നു പേർ. പാലാഴിയുടെ ഓർമ്മകൾ ഒപ്പം ഈ 2ാം ഭാഗം എനിക്കേറെ പ്രിയപ്പെട്ട രാജകുമാരൻ സോമന് ഞാൻ സമർപ്പിക്കുന്നു. നന്ദി, സ്നേഹം.